ഡൊണാൾഡ് ട്രംപിന്റെ അനുയായിയും വലതുപക്ഷ ആക്ടിവിസ്റ്റുമായ ചാർലി കിർക്ക് കൊല്ലപ്പെട്ടതിനു ശേഷം ആദ്യമായി പ്രതികരിച്ച ഭാര്യ എരിക്ക കിർക്ക് ബുധനാഴ്ച യൂട്ട വാലി സർവകലാശാലയിൽ നടന്ന പരിപാടിയിൽ വെച്ചാണ് ഏറെ വൈകാരികമായ പ്രതികരണം. ചാർലി എന്നെയും കുട്ടികളെയും വളരെയധികം സ്നേഹിച്ചിരുന്നു. അദ്ദേഹത്തിന്റെ കൊലയാളിയെ പിടികൂടാൻ പ്രയത്നിച്ച നിയമപാലകർക്ക് നന്ദി. എന്റെ ഉള്ളിൽ ആ കൊലയാളി കത്തിച്ചു തീ എന്താണെന്ന് അയാൾക്ക് ഊഹിക്കാനാവില്ല. ഈ വിധവയുടെ നിലവിളി ലോകമെമ്പാടും ഒരു യുദ്ധവിളി പോലെ പ്രതിധ്വനിക്കും. ചാർലി പ്രസിഡന്റിനെ ഒരുപാട് സ്നേഹിച്ചിരുന്നു. എന്റെ ഭർത്താവ് ചെയ്തിരുന്ന ക്യാമ്പസ് ടൂർ, റേഡിയോ ഷോ, പോഡ്കാസ്റ്റ് എന്നീ ജോലികൾ ഞാൻ ഏറ്റെടുക്കും. അദ്ദേഹത്തിന്റെ പാരമ്പര്യം നശിക്കാൻ ഞാൻ ഒരിക്കലും അനുവദിക്കില്ല. അരാജകത്വവും അനിശ്ചിതത്വവും നിറഞ്ഞ ഈ ലോകത്ത് അദ്ദേഹത്തിന്റെ ശബ്ദം ഞാൻ നിലനിർത്തും. ചെയ്ത എല്ലാ സഹായങ്ങൾക്കും പ്രസിഡന്റിന് നന്ദി, എരിക്ക കിർക്ക് പറഞ്ഞു. അതേസമയം ചാർലി കിർക്കിനെ കൊലപ്പെടുത്തിയതിന് കസ്റ്റഡിയിലുള്ള ടൈലർ റോബിൻസന്റെ പേര് പ്രസംഗത്തിൽ പരാമർശിച്ചിട്ടില്ല. 2021 ചാർലി കിർക്കുമായി വിവാഹ ജീവിതം ആരംഭിച്ച ഇവർക്ക് 3 വയസ്സുള്ള മകളും 1 വയസ്സുള്ള മകനുമുണ്ട്. മകൾ പിതാവിനെക്കുറിച്ച് അന്വേഷിക്കുന്നതും വേദനയോടെ എരിക്ക പങ്കിട്ടു. മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി നേപ്പാളിലെ ഇടക്കാല പ്രധാനമന്ത്രിയാകും. സുശീല കർക്കി ഉടൻ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേൽക്കുമെന്നാണ് റിപ്പോർട്ട്. സൈനിക മേധാവികളും ജെൻസി പ്രക്ഷോഭകരും തമ്മിൽ നടന്ന ചർച്ചകൾക്കൊടുവിലാണ് സുശീല കർക്കിയെ തിരഞ്ഞെടുത്തത്. സുശീല കർക്കിയുടെ പേര് സുപ്രീം കോടതി ബാർ അസോസിയേഷന്റെ സെക്രട്ടറിയുമായി കൂടിയാലോചിച്ചതിന് ശേഷമാണ് പ്രക്ഷോഭകർ നിർദ്ദേശിച്ചത്. നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസ് കർക്കി സ്ത്രീകൾക്കും കുട്ടികൾക്കുമുള്ള പൗരത്വ അവകാശങ്ങൾ കൈമാറാൻ പ്രാപ്തമാക്കുന്നതുൾപ്പെടെയുള്ള നിരവധി സുപ്രധാന വിധികൾ പുറപ്പെടുവിച്ചിട്ടുണ്ട്. വ്യത്യസ്ത സ്ഥാനാർത്ഥികളെ പിന്തുണച്ചവർക്കിടയിൽ തർക്കമുടലെടുത്തതായി നേരത്തെ നേപ്പാളിലെ വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. അഴിമതി വിരുദ്ധ പ്രക്ഷോഭത്തിന് നേതാവില്ലാത്തതിനാൽ രാജ്യത്തിന്റെ അടുത്ത പ്രധാനമന്ത്രിക്കായി 4 മുന്നണിക്കാരുടെ പേരുകളാണ് ഉയർന്നുവന്നത്. കാഠ്മണ്ഡു മേയർ ബാലേൻ ഷാ, സുശീല കർക്കി, വൈദ്യുതി ബോർഡിന്റെ മുൻ മേധാവി കുൽമാൻ ഗീസിംഗ്, ധരൺ മേയർ ഹർക്ക രാജ് സംപാങ് റായ് എന്നിവരുടെ പേരുകളാണ് ചർച്ച ചെയ്തത്. മുൻ റാപ്പറായ കാഠ്മണ്ഡു മേയർ ബാലേൻ ഷാ ജെൻസി പ്രക്ഷോഭകർക്ക് പിന്തുണയുമായി നിലകൊണ്ടയാളാണ്. വാരാണസി ഹിന്ദു സർവകലാശാലയിൽ പഠിക്കുമ്പോഴാണ് സുശീല കർക്കി സഹപാഠിയായ ദുർഗ പ്രസാദ് സുബേദിയെ പരിചയപ്പെടുന്നത്. പിന്നീട് ഇരുവരും വിവാഹിതരായി. നേപ്പാളിൽ ആദ്യമായി വിമാനം തട്ടിക്കൊണ്ടുപോകുന്നത് നേപ്പാളി കോൺഗ്രസിന്റെ അന്നത്തെ യുവനേതാവ് ദുർഗ പ്രസാദ് ഉൾപ്പെടെയുള്ള സംഘമാണ്. 1973 ജൂലൈ 10 സംഭവം. രാജഭരണത്തിനെതിരെ പോരാടാൻ പണം കണ്ടെത്താനാണ് വിമാനം തട്ടിയെടുക്കാൻ തീരുമാനിച്ചത്. ദുർഗ പ്രസാദ് അടക്കം 3 പേരായിരുന്നു സംഘത്തിൽ. നേപ്പാളിലെ ഒരു ബാങ്കിന്റെ പണമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. കാഠ്മണ്ഡുവിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു പണം. ബോളിവുഡ് താരം മാല സിൻഹയും വിമാനത്തിലുണ്ടായിരുന്നു. നേപ്പാളിനോട് ചേർന്ന് ബീഹാറിലെ ഫോർബ്സ്ഗഞ്ചിൽ വിമാനമിറക്കാൻ സംഘം പൈലറ്റിനോട് നിർദ്ദേശിച്ചു. തുക തട്ടിയെടുത്ത ശേഷം 3 പേരും കാട്ടിലോടി രക്ഷപ്പെട്ടു. സംഭവത്തിനു ശേഷം സുബേദി വാരാണസിയിൽ ഒളിവിൽ പോയി. 1975 ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിനു ശേഷം അദ്ദേഹം അറസ്റ്റിലായി. നേപ്പാളിന് കൈമാറുന്നതിനു മുൻപ് 2 വർഷം ജയിലിൽ കഴിഞ്ഞു. മറ്റു 2 രാജ്യങ്ങളെയും ജയിലിൽ അടച്ചു. ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പിൻവലിച്ചതിനു ശേഷം അവരെയും വിട്ടയച്ചു. ഇന്ത്യ അടുത്ത സുഹൃത്താണെന്ന് സുശീല കർക്കി കഴിഞ്ഞ ദിവസം വ്യക്തമാക്കി. അഴിമതി വിരുദ്ധ ജെൻസി പ്രക്ഷോഭത്തെ തുടർന്ന് KP ശർമ്മ ഒലിയുടെ സർക്കാർ ഒഴിഞ്ഞതിനെ തുടർന്നാണ് നേപ്പാളിൽ ഇടക്കാല പ്രധാനമന്ത്രിയായി മുൻ ചീഫ് ജസ്റ്റിസ് സുശീല കർക്കി ഇന്നലെ അധികാരമേറ്റത്. പ്രസിഡന്റ് രാംചന്ദ്ര പൗഡേലിന്റെ ഔദ്യോഗിക വസതിയിൽ നടന്ന ചടങ്ങിലാണ് സത്യപ്രതിജ്ഞ നടന്നത്. നേപ്പാളിന്റെ ആദ്യത്തെ വനിതാ പ്രധാനമന്ത്രിയാണ്. ജഡ്ജിയായിരിക്കൽ അഴിമതിക്കെതിരെ സ്വീകരിച്ച കർശന നിലപാടിലൂടെ ദേശീയ ശ്രദ്ധ നേടിയ സുശീല കർക്കി നേപ്പാളിലെ ആദ്യത്തെ വനിതാ ചീഫ് ജസ്റ്റിസുമാണ്.